എല്ലാവർക്കും പുതുവത്സരാശംസകൾ. ഹാപ്പി ന്യൂ ഇയർ. ഒമാനിൽ ബസ്സും ട്രക്കും കൂട്ടിയിടിച്ച് 3 മരണം, 9 പേർക്ക് പരിക്കേറ്റു. ഇതിൽ ചിലരുടെ നില ഗുരുതരമാണ്. ഒമാനിലെ ദാഖിലിയ ഗവർണറേറ്റിൽ ഇന്ന് രാവിലെയാണ് അപകടമുണ്ടായത്. കൂടുതൽ വിവരങ്ങൾ അറിവായിട്ടില്ല. പശ്ചിമേഷ്യയിലെ സംഘർഷം എമിറേറ്റ്സ്, ലെബനൻ, ഇറാഖ് എന്നിവിടങ്ങളിലേക്കുള്ള വിമാനങ്ങൾ നിർത്തിവെച്ചു. മേഖലയിലെ സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ടെന്നും സംഭവവികാസങ്ങൾ സംബന്ധിച്ച് അധികാരികളുമായി ബന്ധപ്പെടുന്നുണ്ടെന്നും എയർലൈൻ വൃത്തങ്ങൾ അറിയിച്ചു. അതേസമയം ഫ്ലൈ ദുബായ് ബാഗ്ദാദിലേക്കുള്ള സർവീസുകൾ തുടരുന്നുണ്ട്. കഴിഞ്ഞ ദിവസമാണ് വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് ഇസ്രയേൽ തെക്കൻ ലെബനനിൽ ആക്രമണങ്ങൾ നടത്തിയത്. മാസപ്പിറവി കണ്ടു. നാളെ റജബ് 1. റംദാൻ വ്രതമാസത്തിന് ഇനി തികച്ചും 2 മാസം. മൂടൽമഞ്ഞുള്ള ആകാശവും മേഘാവൃതമായ കാലാവസ്ഥയുണ്ടായിരുന്നിട്ടും അൽഖാത്തീം അസ്ട്രോണമിക്കൽ ഒബ്സർവേറ്ററി ഇന്ന് രാവിലെ 11 മണിയോടെയാണ് ചന്ദ്രക്കല കണ്ടത്. പുതുവർഷാഘോഷത്തിനൊരുങ്ങുമ്പോൾ എല്ലാവരും സുരക്ഷാ നടപടികൾ പാലിക്കണമെന്ന് ദുബായ് ഇവന്റ് സെക്യൂരിറ്റി കമ്മിറ്റി പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചു. ആഘോഷങ്ങൾക്കായി പുറപ്പെടാൻ ആഗ്രഹിക്കുന്ന ഇടങ്ങളിലേക്ക് നേരത്തെ തന്നെ പുറപ്പെടുക, RTAയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി ഗതാഗതക്കുരുക്ക് മനസ്സിലാക്കി തിരക്ക് കുറഞ്ഞ വഴികൾ തിരഞ്ഞെടുക്കുക, ആഘോഷവേളയിൽ ഫോണോ പേഴ്സോ മറ്റു വിലപിടിപ്പുള്ള വസ്തുക്കളോ നഷ്ടപ്പെടുകയാണെങ്കിൽ dubai.police.ae എന്ന വെബ്സൈറ്റിൽ റിപ്പോർട്ട് ചെയ്യുക. അന്വേഷണങ്ങൾക്കോ സഹായത്തിനോ അടുത്തുള്ള സ്മാർട്ട് പോലീസ് സ്റ്റേഷൻ സന്ദർശിക്കുക, അല്ലെങ്കിൽ 901 എന്ന നമ്പറിൽ വിളിക്കുക. അടിയന്തര സാഹചര്യങ്ങളിൽ മാത്രം 999 എന്ന നമ്പറിൽ ഡയൽ ചെയ്യുക എന്നീ നിർദ്ദേശങ്ങളാണ് ദുബായ് ഇവന്റ് സെക്യൂരിറ്റി കമ്മിറ്റി പൊതുജനങ്ങൾക്കായി നൽകുന്നത്. ബുർജ് ഖലീഫയിൽ ഉൾപ്പെടെ ദുബൈയിലെ 36 ഇടങ്ങളിലാണ് ഇന്ന് കരിമരുന്ന് പ്രയോഗങ്ങൾ, ലേസർ ഷോകൾ എന്നിവ ഉൾപ്പെടെയുള്ള ആഘോഷ പരിപാടികൾ നടക്കുന്നത്. ഇന്നും നാളെയും തിരക്ക് കണക്കിലെടുത്ത് ദുബൈയിലെ പ്രധാനപ്പെട്ട 6 ബീച്ചുകളിൽ കുടുംബങ്ങൾക്ക് മാത്രമായിരിക്കും പ്രവേശനം അനുവദിക്കുന്നത്. അബുദാബി ഷെയ്ഖ് സായിദ് ഫെസ്റ്റിവൽ സിറ്റിയിൽ ഏറ്റവും ദൈർഘ്യമേറിയ കരിമരുന്ന് പ്രയോഗങ്ങളാണ് കാണികളെ കാത്തിരിക്കുന്നത്. ദേശീയ ദിനത്തിന്റെ 53ാം വർഷത്തിൽ 53 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന റെക്കോർഡ് കരിമരുന്ന് പ്രയോഗങ്ങളാണ് ഇവിടെ ഒരുങ്ങുന്നത്. പുതുവത്സര അവധിയായ നാളെ ഷാർജയിൽ വലിയ പരിപാടികളാണ് നടക്കുന്നത്. ഷാർജയിൽ പൊതു പാർക്കിംഗ് സൗജന്യമാണ്. അതേസമയം നീല പാർക്കിംഗ് സോണുകൾക്ക് സൗജന്യം ബാധകമല്ലെന്നും അറിയിച്ചിട്ടുണ്ട്. ഒമാനിൽ തൃശൂർ സ്വദേശി ഹൃദയാഘാതം മൂലം മരിച്ചു. കാട്ടൂർ കാരാഞ്ചിറ ഹൈസ്കൂളിന് സമീപം താമസിക്കുന്ന മാത്യൂസ് ചിറമൽ ജോസ് ആണ് മരിച്ചത്. 45 വയസ്സായിരുന്നു. ബർക്ക അൽസീർ കമ്പനിയിലെ ജീവനക്കാരനാണ്. UAEയിൽ വെച്ച് മരണപ്പെടുന്ന പ്രവാസികളുടെ മൃതദേഹം നാട്ടിലെത്തിക്കാൻ ആവശ്യമായ നടപടിക്രമങ്ങൾക്കായുള്ള പരിശീലനം നൽകുന്നതിനായി ദുബായ് KMCC മലപ്പുറം ജില്ലാ കമ്മിറ്റി ഡെഡ് ബോഡി ഡെസ്പാച്ച് ട്രെയിനിംഗ് സംഘടിപ്പിച്ചു. പ്രസിഡന്റ് സിദ്ദീഖ് കാലുടിയുടെ അധ്യക്ഷതയിൽ ആസ്റ്റർ ഗ്രൂപ്പ് ബിസിനസ് ഡെവലപ്മെന്റ് ഡെപ്യൂട്ടി ജനറൽ മാനേജർ സിറാജുദ്ദീൻ ടി മുസ്തഫ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന KMCC ഭാരവാഹികളായ PV നാസർ, KPA സലാം, R ഷുക്കൂർ എന്നിവർ ആശംസകൾ നേർന്നു. ഹംപാസ് ടീം നിഷാദ് ഷാഹുൽ, അലി മുഹമ്മദ്, സിയാദ് എന്നിവർ പരിശീലന പരിപാടിക്ക് നേതൃത്വം നൽകി. ജനറൽ സെക്രട്ടറി നൌഫൽ AP സ്വാഗതവും കരീം കാലടി നന്ദിയും പറഞ്ഞു. മലയാളിയുടെ സാംസ്കാരിക സാമൂഹിക മണ്ഡലത്തിലുണ്ടായ നികത്താനാവാത്ത നഷ്ടമാണ് MT വാസുദേവൻ നായരുടെ വിയോഗമെന്ന് ഓർമ്മ ദുബായ് അനുസ്മരിച്ചു. ഷിയാദ് പെരിങ്ങോട് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രവാസി ക്ഷേമനിധി ബോർഡ് ഡയറക്ടർ NK കുഞ്ഞാമത്ത്, ഓർമ്മ ജനറൽ സെക്രട്ടറി പ്രദീപ് തോപ്പിൽ, അസ്സി K ഗോപിനാഥൻ, അനീഷ് മണ്ണാർക്കാട്, നൌഫൽ പട്ടാമ്പി, മിനേഷ് രാമനുണ്ണി, ഇർഫാൻ എന്നിവർ സംസാരിച്ചു. ജിജിത അനിൽകുമാർ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. തുടർന്ന് MTയെക്കുറിച്ച് കേരള സർക്കാരിന്റെ പബ്ലിക് റിലേഷൻസ് വിഭാഗം തയ്യാറാക്കിയ ഡോക്യുമെന്ററിയും പ്രദർശിപ്പിച്ചു. അറേബ്യൻ ഗൾഫ് സെമി ഫൈനൽ മത്സരത്തിൽ ഇന്ന് ഒമാൻ സൗദി അറേബ്യയുമായും ആതിഥേയരായ കുവൈറ്റ് ബഹ്റൈനുമായും ഏറ്റുമുട്ടും. വൈകുന്നേരം 6:30 ഒമാൻ സൗദി പോരാട്ടം. രാത്രി 9:45 കുവൈറ്റ് ബഹ്റൈനുമായും ഏറ്റുമുട്ടും.